ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ നല്ല ജീരകവും അരിയും വറുത്ത് പൊടിച്ച് അതിൻ്റെ മിക്സ് കൂടി ഇട്ടിട്ട് ഇതുപോലെ തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. ശർക്കര പെട്ടെന്ന് അലിയാൻ വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ല എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചൂടാക്കാനായിട്ട് വെക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ പരിവായി കഴിഞ്ഞാൽ നമ്മൾ പുളിയുടെ മിക്സിലേക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി തിളച്ച് ഒരുപോലെ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്കത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഒപ്പം നല്ല കടുകിലും വറ്റൽ മുളകിലും വറവും ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് പുളിങ്കറി ഉണ്ടാക്കാം.